ഇറാൻ സംഘർഷവും ഇന്ത്യയിലെ സാധാരണക്കാരും. പശ്ചിമേഷ്യയിൽ, പ്രത്യേകിച്ച് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധസാഹചര്യം ഇന്ത്യയെപ്പോലൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകളാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ പ്രധാന പ്രത്യാഘാതങ്ങൾ താഴെ പറയുന്നവയാണ്. 1. ഇന്ധനവില വർധനവ്. ഇന്ത്യക്കാരുടെ ജീവിതത്തെ ഏറ്റവും നേരിട്ട് ബാധിക്കുന്ന കാര്യമാണിത്. ലോകത്തിലെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിന്റെ നല്ലൊരു പങ്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നായതിനാൽ അവിടെയുണ്ടാകുന്ന യുദ്ധം ആഗോള വിപണിയിൽ എണ്ണവില ഉയരാൻ കാരണമാകുന്നു. യാത്രാച്ചെലവ്, പെട്രോൾ, ഡീസൽ വില ഉയർന്നാൽ ഓട്ടോ, ടാക്സി നിരക്കുകളും ബസ് ചാർജും വർദ്ധിക്കും. സാധനവില. ചരക്ക് നീക്കത്തിന് ഇന്ധനം അത്യാവശ്യമായതിനാൽ പച്ചക്കറി മുതൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ വില കൂടും. 2. സ്വർണ്ണവിലയിലെ കുതിച്ചുചാട്ടം. ആഗോളതലത്തിൽ സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോൾ നിക്ഷേപകർ സുരക്ഷിതമായ നിക്ഷേപമായി സ്വർണ്ണത്തെ കാണുന്നു. ഇത് സ്വർണ്ണവില കുത്തനെ ഉയരാൻ കാരണമാകുന്നു. ഇന്ത്യയിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹ ആവശ്യങ്ങൾക്കും മറ്റും സ്വർണം വാങ്ങുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറും. 3. പ്രവാസികളുടെ ആശങ്ക. ഗൾഫ് രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. യുദ്ധം ആ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന ഭീതി പ്രവാസികളിലും നാട്ടിലുള്ള അവരുടെ കുടുംബങ്ങളിലും വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്നു. വിമാനയാത്ര. സംഘർഷം രൂക്ഷമായാൽ വ്യോമപാതകൾ അടക്കുന്നതും വിമാനങ്ങൾ റദ്ദാക്കുന്നതും പ്രവാസികളുടെ നാട്ടിലേക്കുള്ള യാത്രയെയും തിരിച്ചുള്ള യാത്രയെയും തടസ്സപ്പെടുത്തും. തൊഴിൽ സുരക്ഷ. ഗൾഫ് സമ്പദ്വ്യവസ്ഥയെ യുദ്ധം ബാധിച്ചാൽ അത് അവിടെ ജോലി ചെയ്യുന്നവരുടെ വരുമാനത്തെയും തൊഴിലിനെയും ബാധിച്ചേക്കാം. 4. ഓഹരി വിപണിയിലെ തകർച്ച. ഇന്ന് സാധാരണക്കാരായ പലരും മ്യൂച്വൽ ഫണ്ടുകളിലും ഓഹരികളിലും പണം നിക്ഷേപിക്കുന്നുണ്ട്. യുദ്ധവാർത്തകൾ വിപണിയിൽ അസ്ഥിരയുണ്ടാക്കുകയും നിക്ഷേപകർക്ക് വലിയ തോതിൽ പണം നഷ്ടപ്പെടാൻ ഇടയാക്കുകയും ചെയ്യുന്നു. 5. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ. ഹോർമുസ് കടലിടുക്ക്, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് പോലുള്ള പ്രധാന കപ്പൽ പാതകൾ യുദ്ധം മൂലം തടസ്സപ്പെട്ടാൽ ഇറക്കുമതി ചെയ്യുന്ന പല ഇലക്ട്രോണിക് സാധനങ്ങൾക്കും അസംസ്കൃത വസ്തുക്കൾക്കും ക്ഷാമം അനുഭവപ്പെടാം. ഇത് വിപണിയിൽ വിലക്കയറ്റത്തിന് കാരണമാകും. ചുരുക്കത്തിൽ, പശ്ചിമേഷ്യയിലെ യുദ്ധം കേവലം അതിർത്തി തർക്കമല്ല, മറിച്ച് ഇന്ത്യയിലെ ഒരു സാധാരണ കുടുംബത്തിന്റെ അടുക്കള ബജറ്റിനെ വരെ ബാധിക്കുന്ന വലിയൊരു സാമ്പത്തിക വെല്ലുവിളിയാണ്.